ഈ ഒരു ഫോട്ടോ ഞാൻ എങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു രൂപത്തിലോട്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. നമ്മൾ സാധാരണ ഗ്യാലറിയിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് എഡിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൺഗ്ലാസ് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യണം. എല്ലാം നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ നമ്മൾ ആശ്രയിക്കാറ്. നമ്മുടെ സാംസങ്ങിൻ്റെ S26 Ultra വ്യത്യസ്തമാക്കുന്ന ഒരു പിക്ചർ ഞാൻ കാണിക്കാം. ഗ്യാലറി എടുക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഞാനിപ്പം എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ സൺഗ്ലാസ് ആഡ് ചെയ്തതാണ്. ഇനി ഈ നോർമൽ ഫോട്ടോ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആക്കി കാണിച്ചു തരാം. ഈ ഫോട്ടോയിൽ താഴെ എയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ഞാൻ കാണിച്ച പോലെ തന്നെ അവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഡിസ്ക്രൈബ് വാട്ട് ടു ചേഞ്ച്. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ആഡ് സൺഗ്ലാസ് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. അത് ഈ ഫോട്ടോയിലൂടെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, മുമ്പേ ഞാൻ കാണിച്ച ഫോട്ടോ അല്ല ഇത്. ഇതാണ് ഒറിജിനൽ ഫോട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയായി. ഓരോ പ്രാവശ്യം ഓരോ ഫോട്ടോ ആയിരിക്കും നമുക്ക് വരുന്നത്. ഞാൻ മുമ്പേ ആദ്യം നിങ്ങളെ കാണിച്ചൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ AI വെച്ച് കൺവേർട്ട് ചെയ്തൊരു ഫോട്ടോയാണ്. ഇനി എനിക്ക് ഈ ഫോട്ടോയുടെ കളറൊന്ന്, എൻ്റെ ഡ്രസ്സിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് ഞാൻ AI സിമ്പിൾ പ്രസ് ചെയ്തു. അവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഞാനിവിടെ ചേഞ്ച് ഡ്രസ് കളർ കൊടുക്കുകയാണ്. മാറി. അപ്പോൾ ഇതാണ് സാംസങ്ങിനെ മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന AI ഫീച്ചറിലൊന്ന്. ഇതേപോലെയുള്ള ഒരുപാട് AI ഫീച്ചർ നമ്മുടെ സാംസങ്ങിൻ്റെ S20 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നമുക്കത് കാണിച്ചു തരാം. ഓക്കെ, ബൈ.